അടുത്താണ് ഇതിന് യുദ്ധത്തിന്റെ മറ്റൊരു ഭീകരാവസ്ഥയാണ്. ഇറാന്റെ ഉപഗ്രഹ വിക്ഷേപണം വിജയം കണ്ടിരിക്കുകയാണ്. ഇറാനും യുദ്ധത്തിന്റെ ഭാഗമാണ്. ആ ഒരു സാഹചര്യത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുകയാണെന്ന വിമർശനങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഇടയിൽ ബഹിരാകാശ പദ്ധതികൾക്ക് ഊർജിതമാക്കി ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് യുദ്ധങ്ങൾക്കിടയിലും വികസനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ബഹിരാകാശത്തിന്റെ പുതിയ പഠനങ്ങളെ പറ്റി അറിയുന്നതിന് വേണ്ടി അതായത് ഇറാൻ ഉപഗ്രഹ വിക്ഷേപണം നടത്തി. ആ വിക്ഷേപണം വളരെ സക്സസ് ആയെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. സൊംന പ്രവിശ്യയിലുള്ള ഇമാം ഖുമൈനി ബഹിരാകാശ വിക്ഷേപണ ടെർമിനലിൽ നിന്നായിരുന്നു വിക്ഷേപണം നടത്തിയത്. ഉപഗ്രഹം 410 കിലോമീറ്റർ അകലെയുള്ള ഉപഗ്രഹം 410 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിയതായി ഇറാന്റെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തു. ഫക്-1 ചെറു ഉപഗ്രഹത്തിന് ഗവേഷണത്തിനുള്ള പെലോഡിപ്പനുമാണ് സമാൻ 1 ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രതിരോധ വിഭാഗം വികസിപ്പിച്ച സിമോർ റോക്കറ്റിലാണ് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. സിമോഗിന്റെ സഹായത്തോടെ 8ാമത്തെ വിക്ഷേപണമാണിരുന്നത്. ഒന്നിൽ കൂടുതൽ ഉപഗ്രഹങ്ങൾ വഹിക്കാൻ സിമോഗിന് ശേഷിയുണ്ട്. നിരവധി തവണ സിമോർ വിക്ഷേപണം പരാജയപ്പെട്ട ശേഷമാണ് ഇറാൻ പുതിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. നിരവധി തവണ ഇത്തരത്തിലുള്ള വിക്ഷേപണം നടത്തിയിരുന്നു, പക്ഷെ ഒന്നും സക്സസ് ആയിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ എണ്ണത്തിന് ശേഷം ഇപ്പോൾ ഉപഗ്രഹം സക്സസ് ആയിട്ടുണ്ട്. സന്തോഷമാണോ സങ്കടമാണോ ദൈവത്തിന് അറിയാം. എന്താണെങ്കിൽ അത് കൃത്യമായിട്ട് നല്ല രീതിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ തീരുമാനമായിരിക്കും, അല്ലെങ്കിൽ മോശം തീരുമാനം തന്നെയാണ്. യുദ്ധത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ പരിശ്രമിക്കുന്നതെങ്കിൽ മോശമാണ്. എല്ലാരും അവരുടെ സേഫ്റ്റി നോക്കി എല്ലാം സെറ്റ് ആക്കി വെക്കുകയാണ്. അതെ, അതുകൊണ്ട്